ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വൈറ്റ് സോസ് പാസ്തയല്ലേ കാണാറ്, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി പാസ്തയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. എന്നാൽ ചീസൊക്കെ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ ആദ്യം തന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 250 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ തന്നെ സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ സോയാ സോസ് ഒക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതിലൊക്കെ ഉപ്പ് രസം ഉള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ചിക്കനിൽ പൊടികളൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പാസ്ത ഞാൻ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പാസ്തയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പാസ്തയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം. ഇനി പാസ്തക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. വെന്ത് വരുമ്പോൾ ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, വല്ലാണ്ടങ്ങ് വെന്ത് ഉടക്കരുത് കേട്ടോ. ഒരു 1/4 വേവാകുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റും കേട്ടോ. എന്നിട്ട് നന്നായിട്ടത് വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് മസാല ചേർത്ത് അതൊന്നും കൂടെ ഒന്ന് കുക്കാവാനുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ വേവിക്കരുതെന്ന് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ബട്ടറാണ്, അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലെ അതിൽ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1-1.5 ടീസ്പൂണോ ബട്ടർ വീണ്ടും മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി, ഒരു വലിയ തക്കാളി തന്നെ ചെറുതാണെങ്കിൽ 2 ചേർത്തോളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു, എന്നോട് വിട്ടുപോയിരുന്നു. എന്നിട്ട് അതുകൂടെ ഒന്ന് ചേർത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ നോക്കാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1 ടീസ്പൂൺ ബട്ടർ വീണ്ടും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് പൊടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് അതിലോട്ട് ക്രഷ്ഡ് ചില്ലി വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നത്. ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഇല്ലേ, അതും 1-1.5 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അരച്ചെടുത്ത് കൊണ്ടുവന്ന തക്കാളിയും ഉള്ളിയൊക്കെ ഇല്ലേ, അതുകൂടെ ഒന്ന് ഈ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാസ്ത വേവിച്ചെടുത്ത വെള്ളമില്ലേ, അതുകൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പാസ്ത വേവിച്ച വെള്ളം മാറ്റി വെച്ചത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളെ പാസ്ത ഉണ്ടല്ലോ, തമ്മിൽ ഒട്ടാതെ ഇരിക്കുന്നത്, അത് എണ്ണയൊക്കെ ചേർത്തിട്ട് വെച്ചോണ്ട് കേട്ടോ. അതുപോലെ ഞാൻ അതൊന്ന് വേവിച്ച് മാറ്റി ഊറ്റിയെടുത്ത സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എല്ലാം ആ ഫ്രൈ ചെയ്ത ചിക്കനും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലും കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് സ്ലൈസ് ചീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മൊസറല്ല വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. പക്ഷേ സ്ലൈസ് ചീസാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ കണക്കാവുന്ന എത്ര നിങ്ങൾക്ക് വേണോ അത്രയും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രഷ്ഡ് ചില്ലി വീണ്ടും വിതറി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒറിഗാനോ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ചേർക്കുന്നില്ല, ക്രഷ്ഡ് ചില്ലി മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് മെൽട്ടായി വരുമല്ലോ നമ്മുടെ ചീസ്, അത് മെൽട്ടാകുന്ന സമയത്ത് വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടവും ചീസൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം.
കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതല്ലേ. സാധാരണ നമ്മൾ ആ വൈറ്റ് പാസ്ത കഴിക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അതുപോലെ ഇല്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കാണുന്നില്ല എന്ന്. അതുകൊണ്ട് കേട്ടോ, കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.